ഹലോ ഗൈസ്, മലയാള സിനിമയുടെ തലവര മാറ്റി എഴുതിയ, മലയാള സിനിമയെ ലോക സിനിമയുടെ നെറുകയിലെത്തിച്ച, മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച സിനിമ എന്നിങ്ങനെ അനേകം വിശേഷണങ്ങളാണ് ദൃശ്യം എന്ന സിനിമയ്ക്കുള്ളത്. ത്രില്ലർ സിനിമകളുടെ സംവിധായകൻ ജിത്തു ജോസഫും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും ഒന്നിച്ച ഫാമിലി ത്രില്ലർ മൂവിയാണ് ദൃശ്യം. പ്രായഭേദമന്യേ എല്ലാവരും സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ അതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തപ്പെട്ടു. ആദ്യമായി മലയാള സിനിമ 50 കോടി എന്ന മാന്ത്രിക സംഖ്യ കാണപ്പെട്ടു. ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ശേഷം ദൃശ്യം സെക്കൻഡ് എത്തി. കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചിത്രം OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തത്. മികച്ച വിജയം കൈവരിച്ച സിനിമ എക്കാലത്തെയും മികച്ച വിജയമായി. 6 ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗം ഇപ്പോൾ സംവിധായകൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ പേജുകളിലൂടെ സംവിധായകനും ലാലേട്ടനും വെളിപ്പെടുത്തി. ആദ്യ ഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഹദേവൻ എന്ന പോലീസുകാരനായി അഭിനയിച്ചത് കലാഭവൻ ഷാജോൺ ആയിരുന്നു. 3-ാം ഭാഗം എത്തുമ്പോൾ ആ കഥാപാത്രം ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ജിത്തു നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ജിത്തുവിൻ്റെ ബ്രില്യൻസ് എടുത്തു പറയേണ്ടത്. മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ കൂടിയാണ് ദൃശ്യം. ദൃശ്യത്തിൻ്റെ എല്ലാ പതിപ്പുകളും കണ്ടാൽ മനസ്സിലാകും മോഹൻലാൽ എന്ന നടൻ്റെ റേഞ്ച്. കേരളത്തിന് പുറത്ത് ഒരു മാർക്കറ്റ് മലയാള സിനിമയ്ക്ക് നേടിക്കൊടുത്ത സിനിമ കൂടിയാണ് ദൃശ്യം. അതിൻ്റെ 3-ാം ഭാഗം എത്തുമ്പോൾ ആദ്യ അവസാനം തിയേറ്ററിൽ കോരിത്തെരിച്ചിരിക്കാനും അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിറങ്ങാനും ആയിരിക്കും ഓരോ മലയാളി പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത്. ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ട് ഒരു സിനിമ പോലും നമ്മളെ നിരാശരാക്കിയിട്ടില്ല. അതേ കൂട്ടുകെട്ട് വീണ്ടും എത്തുന്നു. മലയാള സിനിമയെ ലോക സിനിമയുടെ നെറുകയിലെത്തുകയാണ്.